ഹലോ, നമുക്കിന്ന് ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കിയാലോ? അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് കിള്ളി എല്ലാം റെഡിയാക്കി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊച്ചരിഞ്ഞ് തന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് കറി വെക്കുന്നത്. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ കൂട്ടുകളൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി തെറ്റിപ്പോയി പറഞ്ഞപ്പോൾ എല്ലാം കൂടി ഇട്ട് അതൊന്ന് പുരട്ടി മാറ്റി വെക്കാമെന്ന് ഓർത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് സവാളയൊക്കെ മൊരിച്ച് ഇടണം. പിന്നെ ഇത് പുരട്ടിക്കൊണ്ടിരിക്കുകയാണ്. പുരട്ടി എല്ലാം നല്ല സെറ്റാക്കി എല്ലാം നല്ലോണം യോജിച്ച് അത് നല്ല രീതിയിൽ വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിനി ചട്ടിയിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് നേരെ സവാള അരിഞ്ഞതിടണം. ആദ്യം വേപ്പില ഇട്ട് എണ്ണ നല്ലപോലെ ചൂടാക്കിയാണ്ട് വേപ്പില ഇട്ട് അത് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും എല്ലാം ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. തിരിച്ച് മറിച്ചൊക്കെ നല്ലപോലെ ഇട്ട് ഇളക്കണം. കുറച്ച് ഉപ്പും കൂടിയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഞാനത് ഇതാക്കിയിടാം. ഉപ്പ് ഇടുന്നത് എടുക്കാൻ ഇട്ടുപോയി. അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇടണം. ആദ്യം നമ്മൾ കുറച്ചല്ലേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ചും കൂടി ഇട്ടാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അങ്ങനെ പുരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീൻ അതേപോലെ നമ്മൾ ചട്ടിയിലോട്ട് തട്ടി കുറച്ച് ആവശ്യത്തിന് സ്വല്പം വെള്ളം വെച്ച് നല്ലപോലെ അടച്ച് വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്യണമല്ലോ. അത് നല്ലതായിട്ടങ്ങാട് മിക്സ് ചെയ്തെടുത്ത് അതിൻ്റെ കൂടെ സ്വല്പം വെളിച്ചെണ്ണയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കറി ഇപ്പോൾ നല്ലപോലെ പറ്റി വന്നിട്ടുണ്ട്. ചെമ്മീനായതുകൊണ്ട് അധികം വേവൊന്നുമില്ല, സ്വല്പം വേവേ ഉള്ളൂ. അപ്പോൾ നല്ലപോലെ അത് അരികത്തോട്ടൊക്കെ കൂട്ടി ഇങ്ങനെ വെച്ച് കൊടുത്ത് വെക്കണം. അപ്പോൾ നമ്മുടെ ഇവിടെ ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ചാനൽ സപ്പോർട്ട് ചെയ്യണം.